ഹരേ കൃഷ്ണ. ജയ് ജയ് ശ്രീ രാധേശ്യാം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും രാധേശ്യാം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഭഗവത്ഗീത അധ്യായം 2 51 ശ്ലോകം നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ്. ശ്ലോകം ഇങ്ങനെയാണ്: കർമ്മജം ബുദ്ധിയുക്താ ഹി ഫലം ത്യക്ത്വാ മനീഷിണഃ ജന്മബന്ധ വിനിർമുക്താഃ പദം ഗച്ഛന്ത്യനാമയം. ഇപ്രകാരം ഭഗവത് ഭക്തി സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഋഷീശ്വരന്മാർ അഥവാ ഭക്തന്മാർ ഭൗതിക ലോകത്തിലെ കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തരാകുന്നു. ഇങ്ങനെ ജനനമരണ ശൃംഖലയിൽ നിന്ന് മോചിതരായി അവർ ദൈവസന്നിധിയിലെത്തിച്ചേർന്ന് സകല കഷ്ടതകൾക്കുമുപരിയായ അവസ്ഥയിലെത്തിച്ചേരുന്നു. ഭാവാർത്ഥം ഇങ്ങനെയാണ്: മുക്തരായ ജീവാത്മാക്കൾ ഭൗതിക ദുഃഖങ്ങൾ ഇല്ലാത്തിടത്താണ് സ്ഥിതി ചെയ്യുന്നത്. അത് ശ്രീമദ് ഭാഗവതം 10, 14, 58 എന്നീ ശ്ലോകങ്ങൾ വിവരിക്കുന്നുണ്ട്. സമാശ്രിതാ യേ പദപല്ലവപ്ലവം മഹത്പദം പുണ്യയശോമുരാരേഃ ഭവാംബുധിർ വത്സപദം പരംപദ് പദം പദം യത് വിപപദാം ന തേഷാം. പ്രത്യക്ഷ പ്രപഞ്ചത്തിന് ആശ്രയവും മുകുന്ദൻ അഥവാ മുക്തിദാതാവ് എന്ന് പുകഴ്പെറ്റവനുമായ കൃഷ്ണൻ്റെ ചരണപല്ലവങ്ങളെ തോണിയായി സ്വീകരിച്ചവർക്ക് സംസാര സമുദ്രം പശുവിൻ കുളമ്പടി പതിഞ്ഞിടത്തെ വെള്ളം പോലെ തുച്ഛമാണ്. പരമപദം ഭൗതിക ശോകങ്ങളില്ലാത്ത സ്ഥലം അഥവാ വൈകുണ്ഠമാണ് അവരുടെ ലക്ഷ്യം. മറിച്ച് ഓരോ കാൽവയ്പിലും ആപത്ത് പതിയിരിക്കുന്ന ഈ ഭൗതിക ലോകമല്ല. ഓരോ അടിവയ്പിലും ആപത്തുള്ള ദുരിതപൂർണമായൊരിടമാണ് ഈ ഭൗതിക ലോകം എന്ന് അജ്ഞത മൂലം ആരും മനസ്സിലാക്കുന്നില്ല. ബുദ്ധിഹീനന്മാർ അജ്ഞാനത്താൽ കാമ്യകർമ്മങ്ങളുടെ പരിണതഫലങ്ങൾ തങ്ങളെ സംതൃപ്തരാക്കുമെന്ന് കരുതി സന്ദർഭോചിതമായി പ്രവർത്തിക്കുന്നു. ഈ പ്രപഞ്ചത്തിലെങ്ങും ഏത് വിധമുള്ള ഭൗതിക ശരീരത്തിലും ശോകരഹിതമായ ജീവിതം സാധ്യമല്ലെന്ന് അവർക്കറിഞ്ഞുകൂടാ. ജനനം, മരണം, വാർദ്ധക്യം, രോഗം എന്നീ ജീവിതക്ലേശങ്ങൾ ഈ പ്രപഞ്ചത്തിലെങ്ങും കൊടികുത്തി വാഴുന്നുണ്ട്. ഭഗവാന്റെ സ്ഥാനത്തെക്കുറിച്ചും അവിടുത്തെ നിത്യദാസ്യമാണ് തൻ്റെ മൂലസ്വരൂപം എന്നതിനെക്കുറിച്ചും അറിയാൻ സാധിച്ച ഭക്തൻ അതീന്ദ്രിയ പ്രേമത്തോടെ ഭഗവത് സേവനത്തിൽ മുഴുകുന്നു. അങ്ങനെ ഭൗതികവും ശോകാവിഷ്ടവുമായ ജീവിതത്തിൽ നിന്ന് കാലത്തിൻ്റെയും മരണത്തിൻ്റെയും സാന്നിധ്യമില്ലാത്ത വൈകുണ്ഠലോകം പോകാൻ അർഹനാകുന്നു. തൻ്റെ മൂലസ്വരൂപം മനസ്സിലാക്കുക എന്നാൽ ഭഗവാന്റെ ദിവ്യമായ അവസ്ഥ മനസ്സിലാക്കുക എന്നതാണ്. ജീവാത്മാവിൻ്റെയും ഭഗവാന്റെയും സ്ഥാനം ഒന്നുതന്നെ എന്ന തെറ്റിദ്ധാരണ വച്ചു പുലർത്തുന്ന ആളാകട്ടെ ഇരുട്ടിലാണ്. ഭക്തിപൂർവകമായ ഭഗവത് സേവനത്തിൽ ഏർപ്പെടാൻ അയാളെക്കൊണ്ടാവില്ല. സ്വയം ഈശ്വരനായിക്കൊണ്ട് ആ മനുഷ്യൻ വീണ്ടും ആവർത്തിച്ചുള്ള ജനനമരണങ്ങൾക്ക് വഴിയൊരുക്കുന്നു. തൻ്റെ നില ദാസൻ്റേതാണ് എന്നറിഞ്ഞ ആൾ ഭഗവത് സേവനത്തിന് മുതിരുകയും ഉടനെ വൈകുണ്ഠപദ പ്രാപ്തിക്ക് അർഹനാവുകയും ചെയ്യുന്നു. കൃഷ്ണന് വേണ്ടിയുള്ള സേവനത്തെ കർമ്മയോഗമെന്നോ ബുദ്ധിയോഗമെന്നോ ഭഗവത് സേവനമെന്നു തന്നെയോ പറയാം. അപ്പോൾ ഈ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്, നമ്മൾ എത്ര വലിയ ഭക്തരാണെങ്കിലും ഭഗവാന്റെ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ദാസൻ അല്ലെങ്കിൽ ദാസി എന്നേ കരുതാവൂ. അങ്ങനെയുള്ള ഭക്തന്മാർക്ക് ഭഗവാൻ മോക്ഷം അല്ലെങ്കിൽ മുക്തി നൽകുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ജയ് ജയ് ശ്രീ രാധേശ്യാം. ശ്രീ ഗുരുവായൂരപ്പ ശരണം.